പരീക്ഷകളിൽ പൊതുവെ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് ഉപന്യാസം. ഉപന്യാസം എങ്ങനെ ആകർഷകമായി എഴുതാമെന്ന് നോക്കാം. ഉപന്യാസം അഥവാ എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഉപന്യാസം രചിക്കേണ്ടത്. ഉപന്യാസം എഴുതുമ്പോൾ ആകർഷകവും ചെറുതുമായ ഒരു ഹെഡിങ് അഥവാ തലക്കെട്ട് നൽകാൻ ശ്രദ്ധിക്കണം. 3 പാരഗ്രാഫ് ആയിട്ടാണ് ഉപന്യാസം രചിക്കേണ്ടത്. ആദ്യത്തെ പാരഗ്രാഫിൽ ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടുത്തണം. ആകർഷണീയമായ രീതിയിലായിരിക്കണം ആമുഖത്തിൻ്റെ രചന. ആമുഖത്തിലൂടെ നാം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരു ചെറിയ സൂചന വായിക്കുന്നയാൾക്ക് ലഭിക്കണം. ശേഷം അടുത്ത പാരഗ്രാഫിലാണ് നാം എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതിൻ്റെ ഒരു ആശയം ഉൾപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് എഴുതുന്നതെങ്കിൽ ആ ചാപ്റ്ററിനെ കുറിച്ചും അതിലെ പ്രധാന വിവരങ്ങളെക്കുറിച്ചും ഈ ഖണ്ഡികയിൽ വിവരണം നൽകണം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളിൽ ഉപന്യാസ രചന നടത്തുന്ന സമയത്ത് നമുക്ക് മഹത് വ്യക്തികളുടെ വചനങ്ങളും അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ വരികളും എല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ശേഷം അവസാന പാരഗ്രാഫിലാണ് നമ്മുടെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും എല്ലാം ഉൾപ്പെടുത്തേണ്ടത്. പ്രസ്തുത വിവരണത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് അവസാന പാരഗ്രാഫിൽ നൽകേണ്ടത്. സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ പല പദങ്ങളും ഭാഷയിൽ കടന്നു വരുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ലളിതവും അർത്ഥയുക്തവുമായ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതണം. അർത്ഥമറിയാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. എന്തിനെക്കുറിച്ചാണ് ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച്, മതങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തിനെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിഷയത്തിൻ്റെ സമകാലിക പ്രസക്തി, ഇപ്പോൾ നിലനിൽക്കുന്ന ഒരവസ്ഥ കൂടി ഉപന്യാസത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം.